ഏപ്രിൽ 2 മുതൽ എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്ന നക്ഷത്രജാതകരുണ്ട്. അവർ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു സമയം തുടങ്ങുകയാണ് ഏപ്രിൽ 2 മുതൽ. ഈ നാളുകാർ ആരൊക്കെയാണെന്നും ഇവരെ കാത്തിരിക്കുന്ന ഇരട്ടി ഭാഗ്യം എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്ക് വേണ്ടി വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഇന്നു മുതൽ ഇരട്ടി ഭാഗ്യത്തിന് വഴി തുറക്കുന്ന കന്നിക്കൂറുകാരെക്കുറിച്ച്. കന്നിക്കൂറിലെ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർ. ഈ കൂറുകാർക്ക് കേതുവും ബുധനും വളരെ അനുഗ്രഹമായിട്ട് തന്നെ നിൽക്കുന്നൊരു സമയം ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ്. വിദേശത്ത് ജോലിക്കും ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടന്നു കിട്ടും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ അത് നടത്താം. എല്ലാത്തിനും തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ എപ്പോഴും ആദി കൂടുതലായിരിക്കും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ, ബന്ധനാവസ്ഥ എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോക്കാം തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2 മുതൽ എല്ലാ കാര്യങ്ങളും വളരെ അനുഗ്രഹമായിട്ട് വരികയാണ്. കാരണം ആദിത്യൻ്റെയും ശുക്രൻ്റെയും ഒരു സാമീപ്യം ഇവരുടെ ജീവിതത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ട് സുഖസൗകര്യങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനൊരു ബുദ്ധിമുട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. അഗ്നികൾ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. വ്രണങ്ങൾ, രക്തബന്ധിയായ അസുഖങ്ങൾ, കാല്, പല്ല്, കണ്ണ് എന്നീ അവയവങ്ങളിലെ അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് കുറഞ്ഞു നിൽക്കും. സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു സാമ്പത്തിക സഹായം ഉണ്ടാകും. ചില അവിചാരിതമായ ധനഗമങ്ങളും ഇവർക്ക് ഗുണം ചെയ്യും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുമെങ്കിലും അവരുടെ ദുസ്വഭാവവും മറ്റും ദുഃഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായി ധനം ചിലവാക്കാതെ ശ്രദ്ധിക്കണം. എരിവ് രസങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. കലഹവാസന, ഏഷണി പറയുക, നന്ദിയില്ലായ്മ തുടങ്ങിയവ പ്രകടിപ്പിക്കാതിരിക്കുക. അന്യദേശങ്ങളിൽ മാറി താമസിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ചില നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, സഹസ്രനാമജപം ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം.
മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വിജയിപ്പിക്കാൻ സാധിക്കും. വിവാഹ ആലോചനകൾ ഫലവത്താകും. ജോലിക്കാർക്ക് പ്രമോഷൻ സാധ്യതയുണ്ട്. ധനാഭിവൃദ്ധി ഉണ്ടാകും. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണെങ്കിലും അർശോരോഗം, തലവേദന ഇവ ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കും. നാൽക്കാലികളെ വാങ്ങാനും കൊടുക്കാനും നല്ല സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. പുതിയ വീട് വെക്കാനും ഉള്ളവ പതുക്കി പണിയാനും നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണും. ബന്ധുജനങ്ങളുടെ കൂടിച്ചേരലുകൾ ഉണ്ടാകും. പൂർവിക ബന്ധുക്കൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. മനസ്സിലെ ദുഷ്ചിന്തകൾ മാറിത്തുടങ്ങും. വളരെ കാലമായി അകന്നിരുന്ന ചില സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും കാണാൻ അവസരം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ കദളിപ്പഴ നിവേദ്യം, 100 പാലും ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ബുധനും 2-ൽ ആദിത്യനും 3-ൽ ശുക്രനും ഇവർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സാധിച്ചു കിട്ടും. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും സമയം അനുകൂലമാണ്. ഭാവിയിലേക്ക് കരുതി പല പദ്ധതികളും രൂപപ്പെടുത്തുന്നത് വിജയത്തിൽ എത്തും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. കലഹഭയം എപ്പോഴും മനസ്സിനെ അലട്ടാൻ സാധ്യതകൾ കാണുന്നു. ശത്രുക്കളുടെ വേർപാട് വിഷമം ഉണ്ടാക്കും. ചെമ്പുകൊണ്ടുള്ള സാധനങ്ങളും സ്വർണങ്ങളും വാങ്ങാൻ അവസരം ലഭിക്കും. സ്വജനങ്ങളോടുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ബന്ധുക്കളിൽ നിന്ന് അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. സ്ഥാനപ്രാപ്തിയിൽ ബഹുമാനവും ആദരവും ലഭിക്കും. ആജ്ഞാശക്തി കൈവരും. പൊതുവെ ആഗ്രഹങ്ങൾ സഫലമാകും. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. അവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. നേത്രരോഗം, കൊളസ്ട്രോൾ ഇവ ശ്രദ്ധിക്കണം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും നല്ല അവസരങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസ നിവേദ്യം, ഭഗവതിക്ക് അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലി ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മകരക്കൂറിൽ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിലെ നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുകയും ധനാഗമവും ധനനേട്ടവും കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കും. യാത്രകളിൽ കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ പരിണിത ഫലം ഇവർക്ക് അനുകൂലമായിരിക്കും. സന്താനങ്ങൾക്കുള്ള രോഗാരിഷ്ഠിതകൾ വിട്ടൊഴിയും. ശത്രുഭയവും രോഗഭീതിയും ഒരുപോലെ ഇവരെ വിട്ടൊഴിയും. കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കാര്യസാധ്യം, മനസ്സമാധാനം ഇവ ലഭിക്കും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ മന്ദതയും അലസതയും വിട്ടൊഴിയും. ഉൽപ്പന്നങ്ങളുടെയും ഭൂമിയുടെയും വാഹനങ്ങളുടെയും ക്രയവിക്രയങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. എപ്പോഴും മനസ്സിൽ ഭയം ഉണ്ടാകും. കേസ് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യസ്ഥതയ്ക്ക് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്ത് ബന്ധങ്ങളിൽ കോട്ടങ്ങൾ വരാനും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഭഗവതിക്ക് വിദ്യാരാജ്ഞി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കാണും. ഉൾഭയം വിട്ടൊഴിയും. വീട്ടിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യം വർദ്ധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ല സമയമാണ്. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. സഹായികളും സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങിത്തുടങ്ങും. സുഖകരവും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാകും. പുതിയ കട്ടിൽ, കിടക്ക,
കിടക്കവിരികൾ ഇവ വാങ്ങാൻ നല്ല സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ത്രിപുര സുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം.